വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും ചപ്പാത്തിയോടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ വേർഷനിൽ. ഞാൻ മൈമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കടായി ഹീറ്റ് ചെയ്യാം. തനി നാടൻ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. 2-3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഇത് കഴിക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞാണ് എപ്പോഴും ടൊമാറ്റോ ഫ്രൈ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ അയച്ചിട്ട് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണയൊക്കെ ചൂടായി. ഇതിലേക്ക് ഒരു 3 കഷ്ണം ഉലുവ, വളരെ കുറച്ച് ഉലുവ നമ്മൾ ചേർക്കത്തുള്ളൂ. 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ, ഞാൻ എൻ്റെ ഒരു വേർഷനിലാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്, ഒരു നുള്ള് കായംപൊടി, കൂടാതെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, നല്ലൊരു മണം വന്നാൽ മതി. ഈ സമയം ഇതിലേക്ക് ഒരു 2 വലിയ സവാള വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. ഇതിനൊപ്പം തന്നെ ഒരു 5 പച്ചമുളകും കൂടെ ചേർക്കാം. അത് എരിവ് കണക്കാക്കി ഉപയോഗിക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർക്കുക. ഞാനീൻസ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ ഈ ഒരു പരുവം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഹീപ്ഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ, മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ. ഇവിടെ 3 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് വട്ടത്തിലരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കാം. ടൊമാറ്റോ ഇട്ടതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് 1/4 ടീസ്പൂൺ ഷുഗർ. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. 2 ടേബിൾ സ്പൂൺ ഇടാം. ഞാൻ ഒത്തിരി ഉടയാത്ത പോലാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. ചിലർക്ക് നന്നായിട്ട് ഉടഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ അധികം ടൊമാറ്റോ ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് എടുക്കുന്നത്. ടൊമാറ്റോ വേവുകയും വേണം. ടൊമാറ്റോ കഴിക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരാൻ പാടില്ല, ആ രീതിയിൽ. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്തു. ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. പെപ്പർ, ക്രഷ് പെപ്പർ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. എരിവ് കണക്കാക്കി ചേർക്കാം. ഞാനൊരു 1/8 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുക. ഇവിടെ ടൊമാറ്റോ ഫ്രൈ റെഡിയാണ്. നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയില ചേർക്കാം. ഞാനൊരു കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതിലും ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി ചേർക്കാം. എപ്പോഴും ഒരു തിക്കായിട്ടാണ് എപ്പോഴും ടൊമാറ്റോ ഫ്രൈ നമുക്ക് കിട്ടുക. ഈ ഒരു പരുവത്തിൽ സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇവിടെ കുറച്ച് ടൊമാറ്റോസ് നന്നായിട്ട് ഉടഞ്ഞും കുറച്ച് കണ്ടോ അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഇതേപോലെ കിടക്കും.
ടൊമാറ്റോ ഫ്രൈ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീടുകളിൽ കാണുന്നതുമാണ്. തക്കാളിയും സവോളയൊക്കെ എപ്പോഴും എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ എപ്പോഴും പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 5 മുളക് ഉപയോഗിച്ചേക്കുന്നുണ്ട്. കുറച്ച് എരിവുണ്ട്. അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവരെ മുളകിൻ്റെ അളവ് 3 മുളകോ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചെടുക്കുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.